ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ അൽഖോർ പൂക്കിൽ പോയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം, നിങ്ങളെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കണം എന്നുള്ള ഒരു മോഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇത് അൽഖോർ കോർണേഷനിലുള്ള പാർക്കാണ്. ഇവിടെ ഒരു ട്രെയിന് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ട്രെയിനിൻ്റെ ആകൃതിയിൽ ഇതിൽ കുട്ടികൾക്കൊക്കെ കയറി ഇങ്ങനെ കളിക്കാം എന്നല്ലാതെ ഇങ്ങോട്ടും ഇത് പോകൂല. അങ്ങനത്തെ ഒരു ട്രെയിനാണ്. ഈ സൂക്കിലല്ല പാർക്കിൽ കാണാൻ നല്ല രസമാണ്. വൈകുന്നേരമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഖത്തറിൽ 5-5:30 ആകുമ്പോൾ ഇരുടാവും. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ലീവുള്ളവരും മലയാളികളും ബംഗാളികളും പാകിസ്ഥാനികളൊക്കെ ആയിട്ട്, ഖത്തറികളും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. ഫുട്ബോൾ കളിക്കുന്നവർ, ഷട്ടിൽ കളിക്കുന്നവർ, ചുമ്മാ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നവരും ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഈ പാർക്കിൽ ഒരേ സമയത്തുണ്ട്. പിന്നെ നടക്കുന്നവരുണ്ട്, ഇരിക്കുന്നവരുണ്ട്. എത്ര ആൾ വന്നാലും ഇരിക്കാനും നടക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഈ പാർക്കിലുണ്ട്. അങ്ങനെ ഇത് പാർക്കിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ വലിയ എന്തോ പ്രൊജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ നല്ല കണ്ടൽക്കാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അങ്ങപ്പുറത്ത് കടലാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കണ്ടൽക്കാടാണ് തോന്നുന്നുണ്ട്. ഇത് നല്ല രസമുണ്ട് കാണാൻ. നേരിട്ട് വന്ന് കാണുമ്പോഴുള്ളൊരു വൈബ് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു വൈബാണ് ജന്തുക്കളെ. ആരെങ്കിലും ഖത്തറിലുണ്ടെങ്കിൽ, ഫാമിലിയൊക്കെ ആയിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് കണ്ടോളേണ്ടി ആസ്വദിച്ച് നിങ്ങൾക്ക് പോകാം. ഒരു 3 മണിക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി 9 മണിക്ക് പോയാൽ മതി. ഭക്ഷണങ്ങളൊക്കെ ഇവിടെ കൊണ്ടിട്ട് കഴിക്കുക. ഇതിനൊന്നും ആരും ഒന്നും പറയില്ല. നടക്കാനുള്ള പാതകളുണ്ട്. അപ്പോൾ ഇനിയും വേണമെങ്കിൽ കൺട്രോൾ നിങ്ങൾക്ക് ഇനിയും കാണാം. ഞാനും നടക്കുകയാണ്. നടന്നൊരു പരുവായിക്കുന്നു. ഇനി നമ്മളവിടെ ഒരു തട്ടുകട ഉണ്ട്. നമ്മളൊരു കൂട്ടുകാരനാണ്. അപ്പോൾ ആ തട്ടുകടൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ഈ ഒരു കടയേ ഉള്ളൂ അവിടെ. അവിടെയാണെന്നുണ്ടെങ്കിലോ മുടിഞ്ഞ തിരക്കുമില്ല. അപ്പം ഞാനൊരു ചായ കുടിക്കണം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പിന്നെ തോന്നി വേണ്ട, വെറുതെ ഷുഗർ കൂട്ടണ്ട എന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. കടലും കരയും കണ്ടൽക്കാടുകളും ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടില്ല. അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. പക്ഷെ ഇറങ്ങിപ്പോയിട്ട് അപ്പോത്തിന് അവിടെ എത്തുമ്പോത്തിന് ഇരുടാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോകാതെ കരമൊന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒരുപാട് പോകാനുണ്ട്, നല്ല കാഴ്ചകൾ കാണാനുണ്ട്. പോത്തിന് ബാങ്ക് കൊടുത്തു. അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്ത് നിൽക്കാൻ സമയമില്ല എന്ന് കരുതിയിട്ട് ഞാൻ പോകും വഴി നിർത്തിപ്പോകാം എന്നുള്ളൊരു രീതിയിൽ. എൻ്റെ വണ്ടിയാണെങ്കിൽ സൂക്കിന് നമ്മളെ ഷോപ്പിൻ്റെ അവിടെയാണ് എൻ്റെ വണ്ടി. എൻ്റെ ആ സൂക്കിലാണ് എൻ്റെ ഷോപ്പ് കിടക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു തോണി കണ്ടപ്പോഴേ അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്ത് ഈ ഒരു രാത്രിയാകാൻ പോകുന്ന കാഴ്ചകൾ കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ വീണ്ടും നടക്കുകയാണ്. എൻ്റെ വണ്ടിൻ്റെ അരികിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് കൂട്ടുകാരെ. അപ്പം നടന്നു പോകുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് നോക്കണമല്ലോ. അപ്പം അതും നോക്കിയിട്ട് ഞാനിങ്ങനെ പോവാണ്. കുട്ടികളൊക്കെ നല്ല രസമായിട്ട് പന്ത് കളിക്കുന്നുണ്ട്. ഓർക്കെന്താ കളിച്ചാൽ പോരെ. അപ്പോൾ ഇതാണ് നമ്മൾ സൂക്കിൻ്റെ ഒരു വൈകുന്നേരത്തെ കാഴ്ച. വൈകുന്നേരമല്ല, 5-5:30 മണിയായിട്ടുള്ള കാഴ്ചയാണത്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും വല്ലാത്ത കാഴ്ച ആയിരിക്കും. കാരണം ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ 3 ഹോട്ടലുകൾ ഉണ്ട് ഇപ്പോൾ. നെഹദി മന്തി ഉണ്ട്, തമാംജി ഉണ്ട്, അതുപോലെ ഒരു ഫിലിപ്പീൻസിൻ്റെ ഹോട്ടലും ഉണ്ട്, പിന്നെ കോഫി ഷോപ്പുകളും ഉണ്ട്. ഇതാണ് നമ്മുടെ കാഴ്ചകൾ. ഓക്കെ.